വർഷം മുമ്പ് ആലപ്പുഴ നഗരത്തെയും സമീപ പ്രദേശങ്ങളെയും ഭീതിയിലാഴ്ത്തിയ കുറുവ മോഷണ പരമ്പരയിലെ ആദ്യ കേസിൽ പോലീസിന് തിരിച്ചടി. മണ്ണഞ്ചേരിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത കുറുവ സംഘത്തലവൻ കട്ടുപൂച്ചനെ കോടതി വെറുതെ വിട്ടു. കേസിലെ മറ്റൊരു പ്രതിയായ സന്തോഷ് സെൽവത്തെ 2 വർഷത്തെ തടവ് ശിക്ഷയ്ക്കും വിധിച്ചു. നമുക്ക് ആഘോഷിക്കാടോ, നമുക്കിങ്ങനെ ആഘോഷിക്കാം. വർഷങ്ങളിൽ കുറുവ സംഘം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, എല്ലാവരും സൂക്ഷിക്കുവാന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ആഘോഷിക്കാം. അതായത് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒരുത്തൻ്റെ വടികൊണ്ട് ചാവാനോ കത്തിയിലെ പിടിച്ചാൽ പിടിയിലോ അതന്നെയല്ലേ കേരള ജനതയ്ക്കുള്ള ഒരു വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കുറുവ സംഘം എന്ന് പറയുന്ന ഈ ടീമിന് എന്തിനാണോ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ജനങ്ങളുടെ ഭീഷണിയായിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന, വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ഈ ക്രൂരന്മാരെ എന്തിനാണോ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെയുള്ള കുറച്ച് ഉശിരുള്ള പോലീസുകാരോട് ഞാൻ പറയുകയാണ്, അവിടെ നിന്നും നിങ്ങൾ കൊണ്ടുവരുന്ന വഴിക്ക് 2 കാലിൽ എന്തുകൊണ്ടാണ് ഇവർ കേരളം തിരഞ്ഞെടുക്കുന്നത്? അതായത് കളവിന് ഇവർ കർണാടകയിൽ പോവില്ല, ആന്ധ്രാപ്രദേശിൽ പോവില്ല, ഉത്തരേന്ത്യയിൽ തീരെ പോവില്ല, കർണാടകയിൽ തീരെ പോവില്ല. എന്താ? ഭയമാണോ? ഭയമാണ്. കാരണം എന്താ? അവിടെ പിടിച്ചു കഴിഞ്ഞാൽ മക്കളെ ജീവൻ തിരിച്ചു കിട്ടൂല. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പിടിച്ചു കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പിടികൂടി കഴിഞ്ഞാൽ അവൻ്റെ മേലെ ഒരു തരി മണ്ണ് പോലും നുള്ളിയിടാൻ നമ്മുടെ പോലീസുകാരോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരൊന്നും സമ്മതിക്കത്തില്ല. കാരണം പിന്നെ എല്ലാവർക്കും പേടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കള്ളൻ എന്തെങ്കിലും നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ ചെയ്തോ പ്രതിയാവുകയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും പറയും, ഈ കാട്ടുപൂച്ചൻ എന്ന് പറയുന്നവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ക്രൂരനായ ഒരു കള്ളനാണവൻ, ക്രൂരനായ കള്ളൻ. അവനിപ്പോഴും പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതേപോലെ ആഘോഷിക്കാം. അതായത് തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് മറ്റേ ഇവർ വന്നിട്ടുണ്ട്, കുറുവ സംഘം വന്നിട്ടുണ്ട്, എന്നിട്ട് 4 വീഡിയോയും കൊടുത്തു വിടാം. ജനങ്ങൾ ഭീതിയോടുകൂടി ഭയത്തോടുകൂടി ഇവിടെ ജീവിക്കണം. അതാണ് വേണ്ടത്. ഇവിടെ ലോകത്തുള്ള CCTVകൾ മുഴുവനുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കുറുവ സംഘങ്ങൾ എന്ന് പറയുന്ന ഇവറ്റകൾ കേരളത്തിൽ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ഇവിടെ നല്ല ഫുഡാണ്, നല്ല കിടക്കാൻ നല്ല റൂമാണ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഭയമുള്ളവരാണ്. ഇവറ്റകൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കേരളക്കാർ അനങ്ങൂലല്ലോ, മലയാളികൾ അനങ്ങൂല. കുറുവ സംഘത്തെ കണ്ടു കഴിഞ്ഞാൽ കുറുവേ എന്നെ കൊണ്ടുപോയിക്കോ, ഒന്നും ചെയ്യരുത്, ഇങ്ങനെയേ പറയുള്ളൂ. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ജീവിച്ച് മരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണോ? നമ്മൾ വിവരമില്ലാത്തവരാണ്. വേറെ ഏത് സംസ്ഥാനത്ത് പോയിട്ട് അവന്മാർ കക്കൂല. കാരണം എന്താ പറയുക, ജീവൻ തിരിച്ചു കിട്ടൂല. അതാണ് എല്ലാവരും ഇറങ്ങുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം തന്നെയാണ്. കാരണം കേരളത്തിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള ടാർഗറ്റുകളുണ്ട്, കേരളത്തിൽ ഇവർക്ക് ഇറങ്ങുന്ന മാസങ്ങളുണ്ട്. ആ മാസങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കുറച്ച് സൂക്ഷിക്കണം. എന്തൊരവസ്ഥയാണ്! കള്ളന്മാർ ഏത് മാസമാണ് ഇറങ്ങുന്നതെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ആ മാസങ്ങളിൽ നമ്മൾ കുറേ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാമെന്ന്. നമ്മൾ എങ്ങനെയാണോ സൂക്ഷിക്കേണ്ടത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മൾ എങ്ങനെയാ സൂക്ഷിക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീട്ടിൽ കയറുന്നവനെ ഈ ഇങ്ങനെയുള്ള അലവലാതി കാട്ടുപൂച്ചനെയും നക്കിക്കാട്ടത്തിനെയും ഒക്കെ എന്ത് വേണമെന്നറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിനുള്ള ആമ്പേറുള്ള ഒരാൾ കൂടി ഇല്ല. അത് പക്ഷേങ്കിൽ ഞാൻ വേറെ ആരെയും പറയുന്നില്ല. കാരണം എന്താ അറിയാം, മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാരാണ്. അതായത് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യത്തിന് നല്ലത് പറയും, ചില കാര്യത്തിന് ആ നിമിഷം തന്നെ തിരിച്ചു പറയുകയും ചെയ്യും. അതായത് ഇവറ്റകൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഇവിടെ കമ്മീഷന്മാർ മറ്റേവരും ഇവരൊക്കെ ഓടി വരൂലേ മക്കളെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കള്ളന്മാർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു നോക്കട്ടെ. നിങ്ങൾക്കറിയാം, ഒരു 2-3 ദിവസം മുമ്പ് ഓറീസയിൽ വെച്ചിട്ട് ഒരാളെ ബാഗ് തട്ടിപ്പറിച്ച് ഓടാൻ വേണ്ടി നോക്കി. ആ ഓടാൻ വേണ്ടി നോക്കിയപ്പോൾ ഇയാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്തോ ചെയ്തപ്പോഴേ ആ കള്ളൻ അങ്ങ് വീണോന്നോ അയാളുടെ ബോഡി പോലും അയാൾ രക്ഷപ്പെട്ടോന്നോ ആർക്കും അറിയില്ല. ഒരു കള്ളന് വേണ്ടിയിട്ട് ആ മലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതായത് ഒരുത്തൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോരാട്ടം നമ്മൾ കാണുന്നതാണ്. ഇനി എന്തിന്റെ പേരിലായാലും ശരി, അവൻ കള്ളനായിരിക്കാം, അവൻ ചിലപ്പോഴും തന്നെ കത്തിയും കൊണ്ടായിരിക്കാം നിൽക്കുന്നത്. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അവനെ അങ്ങനെയല്ലാതെ അവന് പിന്നെ എന്താ ചെയ്യുക? അവനെ വലിച്ചു കയറ്റിയിട്ട് പിച്ചാത്തിക്കടി ഇങ്ങനെ ഉള്ളിൽ കയറ്റുന്നവരെ നിൽക്കാൻ പറ്റുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയും. ഇന്നലെ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ ഈശ്വരാ, ഈ കാട്ടുപൂച്ചനെ പിടിക്കാൻ വേണ്ടിയിട്ട് എത്ര പൈസ ചിലവാക്കിയിട്ടുണ്ടാവും, നമ്മളെ പോലീസുകാർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അല്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഒരു സംഭവം പിടിച്ചു കഴിഞ്ഞാൽ അത് നീതിപീഠത്തിൻ്റെ അടുക്ക് എത്തുമ്പോൾ കൃത്യമായിട്ടെന്ന് പറയുന്ന അവനെ പൂട്ടാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. അതാ വേണ്ടത്. അതായത് ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ അവൻ വെളിയിൽ ഇറങ്ങരുത്. അവനില്ലാതെ വകുപ്പുകൾ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് വേണം അവനെ ഉള്ളിലിട്ട് പൂട്ടാൻ വേണ്ടിയിട്ട്. കാരണം ജീവന് ഭീഷണിയുള്ള ആൾക്കാരാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ തെളിവുകൾ വേണം കോടതിയിൽ. അപ്പം അതില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വെറുതെ വിടും. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇനി നമുക്ക് ആഘോഷിക്കാം. അടുത്ത വർഷമാകുമ്പോൾ നമുക്ക് ആഘോഷിക്കാം എല്ലാവർക്കും കൂടി. നാളെ തിരുട്ടുകാർ വരും.
ഇന്ന വീട്ടിൽ കയറി 10 പവൻ മോഷ്ടിച്ചു, ഇന്ന സ്ഥലത്ത് ഒരാളെ കുത്തേറ്റു, ഇന്ന സ്ഥലത്ത് ഒരുത്തിനെ അടിച്ചു പരിക്കേൽപ്പിച്ചു, ഇന്ന സ്ഥലത്ത് ഒരു കുടുംബത്തെ ഇത് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് റിപ്പർ എന്ന് പറയുന്ന ജയാനന്ദൻ എന്ന് പറയുന്ന ഒരു നാറിണ്ടായിരുന്നു. ഈ ജയാനന്ദൻ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം തെച്ചെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പണിതിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവന് ഇപ്പോൾ കിട്ടുന്ന സ്വീകരണം, അവൻ വായനാശീലം വളർത്തിയെടുത്തവൻ, അവൻ ബുക്ക് എഴുതുന്നവൻ, അവനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോഴേ ആ ഒരു ഇരകളുടെ വീട്ടുകാരുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. ഇരകളുടെ വീട്ടുകാരുടെ അവസ്ഥ, അതായത് നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, ഏകദേശം 10-37 ആൾക്കാർ ഇപ്പോൾ വധശിക്ഷയും കാത്തിട്ട് വരെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്രൂരമായ കുറ്റവാളികളാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കാട്ടുപൂച്ചനായാലും നാട്ടുപൂച്ചനായാലും ഇവനൊന്നും വേറൊരു സംസ്ഥാനത്തും പോയിട്ട് ഇവനൊന്നും ഇപ്പാരി പണി ചെയ്യത്തില്ല. കാരണം എന്താ അറിയാ, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടൊന്ന് തുണ്ടൻ രണ്ടാന്ന്. അവിടെ ചിലപ്പോൾ ആൾക്കൂട്ടങ്ങളില്ലേ, ആൾക്കൂട്ടങ്ങൾ എന്തെങ്കിലും ചെയ്ത് കളിയും. അതാ ഇവന്മാർ ഏറ്റവും വലിയ ഭയം. അതായത് അവിടെയൊക്കെ എന്ത് തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം കെൽപ്പില്ലെങ്കിലേ ആൾക്കൂട്ടങ്ങളിൽ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ വിടുള്ളൂ. അങ്ങനെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം അതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മനുഷ്യജീവന് ഭീഷണിയാകുന്ന ആൾക്കാരെ നിയമപാലകർ തന്നെ എന്തെങ്കിലും ചെയ്യണം. അതാ വേണ്ടത്. ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ അവന് ഈ ഭക്ഷണം കൊടുക്കാതെ അവനെ നരകിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 10-15 മാസത്തോളം അവൻ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സമയങ്ങളിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ നരകിപ്പിക്കുക. അതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ വെടിവെച്ച് കൊലപ്പെടുത്തുക അല്ലെങ്കിൽ വധശിക്ഷ ഇതൊക്കെ ഒന്നും വേണ്ട. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് എന്തെങ്കിലും കഞ്ഞിവെള്ളം കൊടുത്തിട്ട് ഒരു ദിവസം ഫുള്ള് അങ്ങനെ ഓരോ ദിവസത്തിൽ ഭക്ഷണത്തിന് വേണ്ടി ആർത്തി കാണിക്കണം. അതുപോലെ തന്നെ തിരിച്ചിറങ്ങി വരുമ്പോഴേക്ക് ശരീരം ക്ഷയിച്ച് ആരോഗ്യമില്ലാതെ എവിടെയെങ്കിലും വീണിട്ട് എണീച്ച് നടക്കാൻ കഴിയാത്ത വിധത്തിലാകണം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊന്നും നിയമം കയ്യിലെടുത്തിട്ട് ഇവരൊന്നും ചെയ്യേണ്ട. നമ്മളിങ്ങനെ തിരുട്ട് ഗ്രാമക്കാർ വരുമ്പോൾ, അതുപോലെ കുറുവാ സംഘം വന്നിട്ടുണ്ട്, അവർ വരുന്ന സമയത്ത് ഇനി ഇപ്പോഴും തുടങ്ങും. 2 മാസം കഴിഞ്ഞാൽ മഴയിലങ്ങ് മാറിക്കഴിഞ്ഞ് കർക്കിടക മാസം കഴിഞ്ഞാൽ വീണ്ടും കുറുവാ സംഘം വരുന്നുണ്ട്, എല്ലാവരും ഒന്ന് മാറിയിക്കണേ എന്ന് പറയുക. എന്ത് കാര്യം ചെയ്യുക, കുറുവാ സംഘം വരുമ്പം അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി പുറത്തു നിന്നാൽ മതിയല്ല. അല്ല എന്തിനാ പുറത്ത് ജീവൻ കളയുന്നടോ. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ പേടിച്ചിട്ട് ഇനിയും നിൽക്കണമല്ലോ എന്നാ, ഈ കാട്ടുപൂച്ചനെയും മറ്റവനെല്ലാം പേടിച്ചിട്ട് ഇനിയും നിൽക്കണം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തിനധികം പറയുന്നത്, ഈ പോയ പോലീസുകാർക്ക് വരെ ചിലപ്പോൾ ഭീഷണിയായിരിക്കും. കാരണം ഇവനൊക്കെ ക്രൂരന്മാരാണ്. നമ്മൾ വിചാരിക്കുന്നതല്ല, ഇവരൊക്കെ ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. പക്ഷെ അവിടെ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, തെളിവാന്ന് വേണ്ടത്. പിന്നെ തിരുട്ട് ഗ്രാമത്തിൽ പോയിട്ട് ഇവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ എന്ന് പറഞ്ഞാൽ വലിയൊരു സാഹസികതയാ. ഒരു വകയിലാളൊന്നും പോകത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഇവന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വേറെ സംസ്ഥാനത്ത് അങ്ങോട്ട് എത്തുകയും ചെയ്യില്ല. അതാണ് കാരണം. ഇവന്മാർ എന്തെങ്കിലും ചെയ്യും, അവന്മാർ എടുത്ത് വെടിയും വെക്കും. അതാണ് ആടിണ്ടാവുക. അപ്പോൾ ഈ കേരളം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ മലയാളികളൊന്നും മിണ്ടൂല. മലയാളികളൊന്നും ഇതേ പറയുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ വേണമെങ്കിലും അവന് 2 പവൻ എക്സ്ട്രാ എടുത്ത് കൊടുക്കും. തിരുട്ട് ഗ്രാമക്കാരെ പേടിച്ചിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു മനുഷ്യന്മാരാണ്. അതാണ് ഞാൻ ആലോചിക്കുന്നതായിരുന്നു. ആരോട് പറയാനാണ് നിൻ്റെ ഈശ്വര. നന്ദി, നമസ്കാരം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതൊന്നും പറയാനില്ലായിരുന്നു.